മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനെ അണിയിച്ചൊരുക്കുന്ന കരുണയാണ് കാണിക്കുന്നത്. അങ്ങനെ കരുണയുടെ സ്വർണ്ണങ്ങളെല്ലാം അണിയിച്ചൊരുക്കുന്നുണ്ട് മഞ്ജുവിനെ. എന്നിട്ട് പറയുന്നുണ്ട്, നീ സമാധാനമായിട്ട് പോകും, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. അയാൾ നടത്തി തന്നില്ലെങ്കിലും നിൻ്റെ കല്യാണം ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തും. നീ എന്നെപ്പോലെ ഒരു അമ്മയാകുകയും ചെയ്യും. അന്നേരം അവൾക്കത് കാണുമ്പോൾ വളരെ സങ്കടമായിക്കോളും. അവൾക്കതിനൊരിക്കലും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ ജീവിതം കണ്ട് അവൾ അസൂയപ്പെട്ടിരിക്കും. അതുകൊണ്ട് നീ സമാധാനത്തോടു കൂടി മണ്ഡപത്തിലോട്ട് കയറൂ എന്നൊക്കെ പറഞ്ഞ് കരുണ ആശ്വസിപ്പിച്ച് നമ്മുടെ മഞ്ജുവിനെ മണ്ഡപത്തിലോട്ട് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കണ്ണനെ ബന്ധുക്കളിൽ കുറച്ച് പേരെങ്കിലും ഒരു കുറ്റപ്പെടുത്തുന്നുണ്ട്, സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് സഹകരിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് അവിടെ കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ മേഘനാഥനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കണ്ണൻ അവരുടെ മുന്നിൽ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയോട് പോലും മോശമായിട്ട് പെരുമാറിയ ഒരുത്തനെ കൊണ്ട് എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ എനിക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അവളുടെ വിധി അവൾ തന്നെയല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്, ആ വിധി അവൾ തന്നെ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് പറയുന്നു, അവൻ്റെ ദുസ്വഭാവം മുഴുവൻ അറിയാവുന്നത് എനിക്കാണ്. ഞാൻ അതെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവൾ അതിൽ തന്നെയല്ലേ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി എന്തു വന്നാലും അവൾ തന്നെ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് അവിടെ നിന്നും പോവുകയാണ് കണ്ണൻ. പിന്നീട് എല്ലാവരും കൂടി മഞ്ജുവിൻ്റെ കല്യാണം നടത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരും മേഘനാഥനും എല്ലാം വന്ന് കല്യാണം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം മേഘനാഥൻ്റെ വീട്ടിലോട്ട് മഞ്ജു കയറുന്നുണ്ട്. അങ്ങനെ അവരുടെ ആദ്യരാത്രി ആകുകയാണ്. അങ്ങനെ ആദ്യരാത്രി ആകുമ്പോൾ ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങളാണ്. അന്നേരം മേഘനാഥൻ പറയുന്നുണ്ട്, കരുണയെ പോലുള്ള ഒരു നല്ല സ്ത്രീ ഉള്ളതുകൊണ്ട് നിനക്ക് ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ തന്ന് നിന്നെ മണ്ഡപത്തിലോട്ട് കയറ്റിയത് അവരുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണെന്നും അവരുടെ സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണം ഇത്ര ഭംഗിയായിട്ട് നടന്നതെന്നൊക്കെ മേഘനാഥൻ മഞ്ജുവിനോട് പറയുന്നുണ്ട്. അപ്പം മഞ്ജു പറയുന്നുണ്ട്, ശരിയാണ് മേഘേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇടത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ വിവാഹത്തിന് ഇത്രയും സ്വർണ്ണമൊന്നും ഉണ്ടാകില്ലായിരുന്നു. എൻ്റെ കല്യാണത്തിന് ഒരു തരി സ്വർണം പോലും തരാതെ ഏട്ടൻ സഹകരിക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം അയാളുടെ ഭാര്യ മാത്രമാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് മേഘനാഥനോട്. അതേസമയം മേഘനാഥൻ്റെ ഫോണിലോട്ടൊരു ബെല്ല് വരുന്നുണ്ട്. അത് നോക്കുമ്പോൾ മാനസ എന്നൊരു പെൺകുട്ടിയാണ് വിളിക്കുന്നത്. അത് കാണുമ്പോൾ മേഘനാഥനൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോട് എന്തോ പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. മേഘനാഥൻ ചോദിക്കും, നീ എന്തിനാണ് ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി എന്തോ പറയുന്നത് കേട്ട് മേഘനാഥൻ വല്ലാതെ നിൽക്കുകയാണ്. കണ്ണൻ പറഞ്ഞതുപോലെ ഇനി മേഘനാഥൻ്റെ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും മഞ്ജു അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതിനുശേഷം മഞ്ജു അവിടെ താമസിക്കോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള എപ്പിസോഡുകളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.